നമുക്കൊപ്പം ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഈ വിഷയം ആദ്യം ഒരുപക്ഷെ കേരളത്തിലെ അറിയിച്ച ആ വിഷയവുമായി സജീവമായി മുന്നോട്ട് പോകുന്ന കോൺഗ്രസ് നേതാവ് മാത്യു കുഴൽനാടൻ MLA നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ മാത്യു കുഴൽനാടൻ, അതായത് ഡൽഹി ഹൈക്കോടതിയിൽ ഈ വിഷയം ഉയർന്നപ്പോൾ ഇനി തുടർ നടപടികൾ ഉണ്ടാകില്ല എന്നൊരു വാക്കാൽ ഒരു ഉറപ്പ് SFIO ഡൽഹി ഹൈക്കോടതിയെ അറിയിച്ചിരുന്നു. ആ വാക്കാൽ നൽകിയ ഉറപ്പ് ലംഘിച്ചു എന്നുള്ളതാണ് ഡൽഹി ഹൈക്കോടതി ഇപ്പോൾ ചോദ്യം ചെയ്യുന്നത്. ഇപ്പോൾ നമുക്കറിയാം CMRL ഇതിനെ തുടർ നടപടികൾ തന്നെ റദ്ദ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഹർജി നൽകിയിട്ടുണ്ട്. അതിനൊരു പക്ഷേ ബലം നൽകുന്നതായിരിക്കുമോ ഇപ്പോൾ ഡൽഹി ഹൈക്കോടതിയുടെ ഈ ചോദ്യങ്ങൾ? ഞാനിപ്പോ മനസ്സിലാക്കുന്ന ശരിയാണ്. പൂർണ്ണമായിട്ടും ഞാൻ അതിന്റെ ഒബ്സർവേഷനോ ഓർഡേഴ്സോ അറിഞ്ഞില്ല. ബട്ട് സ്റ്റിൽ മനസ്സിലാക്കിയതിൽ നിന്ന് റെസ്പോണ്ട് ചെയ്യുകയാണെങ്കിൽ ഈ കേസ് ആദ്യം കേരള ഹൈക്കോടതിയിൽ അറ്റംപ്റ്റ് ചെയ്തു, കേരള ഹൈക്കോടതി ഡിസ്മിസ് ചെയ്തു. അത് കഴിഞ്ഞ് ബാംഗ്ലൂർ ഹൈക്കോടതിയിൽ അറ്റംപ്റ്റ് ചെയ്തു, ബാംഗ്ലൂർ ഹൈക്കോർട്ട് ഡിസ്മിസ് ചെയ്തു. അതിനുശേഷം ഡൽഹി ഹൈക്കോടതിയിൽ അഡ്മിറ്റ് ചെയ്ത് ഹിയറിംഗ് നടക്കുന്നതിന്റെ ഇടയിൽ ഒരു സമയത്ത് ചാർജിലിരുന്ന ജഡ്ജ് ഇരുന്നപ്പോൾ വാക്കാൽ കോടതിയിൽ പറഞ്ഞു എന്നാണ് പറഞ്ഞത്. ഞാൻ ഇതിന്റെ ഓർഡേഴ്സ് എല്ലാം പരിശോധിച്ചപ്പോൾ there was no stay from the court. അത് ജസ്റ്റിസ് എടുത്ത് പറയുന്നുണ്ട് ശ്രീ മാത്യു കുഴൽനാടൻ. പക്ഷെ വാക്കാൽ അങ്ങനെ ഒരു ഉറപ്പ് തന്റെ കോടതിയിൽ നൽകിയിരുന്നു SFIO. ആ വാക്ക് എന്തുകൊണ്ട് ലംഘിച്ചു? വാക്കാൽ നൽകിയ സുപ്രീം കോടതിയുടെ മാർഗനിർദ്ദേശമുണ്ട് രേഖാമൂലം നൽകണമെന്ന്. രേഖാമൂലം നൽകിയിട്ടില്ല. പക്ഷെ തന്നോട് തന്റെ കോടതിയിൽ വാക്ക് നൽകിയതാണ്. ഇതിൽ തുടർ നടപടികൾ ഉണ്ടാകില്ല. പിന്നെ എങ്ങനെയാണ് അന്വേഷണ റിപ്പോർട്ട് നൽകുക എന്നുള്ളതാണ് കോടതി ചോദിക്കുന്നത്. അല്ല, മേ ബി ഞാൻ പറഞ്ഞ നമ്മളിപ്പോ അന്ന് അവിടെ പ്രസന്റ് ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ സാധാരണഗതിയിൽ കോടതിയിൽ അങ്ങനെ ഒബ്സർവേഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും നടത്താറുണ്ട്. കോടതിയിൽ പറയുന്ന കാര്യങ്ങൾ, ഉറപ്പുകൾ പാലിക്കപ്പെടാറുണ്ട്. അതാണ് അതിന്റെ ഒരു ഫാക്ടർ. പക്ഷെ അതിനുശേഷം മാറ്റർ മൾട്ടിപ്പിൾ ടൈംസ് കേൾക്കുകയും ഈവൻ ജഡ്ജ് മാറുകയും ചെയ്തിരുന്നു ഇതിന്റെ ഇടയിൽ. ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് കറക്റ്റ് ആണെങ്കിൽ ഇൻ ബിറ്റ്വീൻ ആ ജൂറിസ്ഡിക്ഷനിൽ വേറെ ജഡ്ജ് വന്നിരുന്നു. അപ്പൊ ആ ജഡ്ജ് ഒരു പക്ഷെ വാക്കാൽ പറഞ്ഞ കാര്യത്തില് അത് ഡൈല്യൂട്ട് ചെയ്തോ നമുക്കറിയില്ലല്ലോ. So what transpired in the court is not very clear. But anyway, എന്ത് തന്നെയായിരുന്നാലും ഇതിപ്പോ കോടതികൾ ഇങ്ങനെ ഒരു നിലപാടെടുത്താൽ we will have to look at the legality of it. എനിക്ക് തോന്നുന്നു അതിന്റെ ടെക്നിക്കലി ഒരു പോയിന്റ് മാത്രമേ അവർക്ക് ടെക്നിക്കലി ആർഗ്യ ചെയ്യാൻ പറ്റില്ല. മെറിറ്റിന്റെ ഒരു പോയിന്റ് സാങ്കേതികമായ ഒരു തടസ്സമായിരിക്കും. പക്ഷെ അതിൽ നമുക്ക് അറിയേണ്ടത്, അങ്ങനെയാണെങ്കിൽ ഇവിടെ കേരളത്തിൽ ഫയൽ ചെയ്തിരിക്കുന്ന ഈ അന്വേഷണ റിപ്പോർട്ടിന് തന്നെ ഒരു നിയമസാധുതയാണ്. നിയമസാധ്യതല്ല. ഇപ്പൊ ഡൽഹി ഹൈക്കോർട്ട് ഇപ്പൊ ഫർദർ പ്രൊസീഡിങ്സ് സ്റ്റേ ചെയ്താൽ തീർച്ചയായിട്ടും ഇവിടുത്തെ കോടതിയെ അത് ബാധിക്കും, സബ് കോർട്ടിനെ അത് ബാധിക്കും, സബ് കോർട്ടിലെ നടപടിക്രമങ്ങളെ അത് ബാധിക്കും. അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ ഡൽഹി ഹൈക്കോടതിയിൽ അന്ന് ആ വാക്കാലുള്ള ഉറപ്പ് നൽകിയില്ല SFIO എങ്കിൽ ആ സമയത്ത് അവിടെ സ്റ്റേ ലഭിച്ചേനെ. അതുകൊണ്ട് വാക്കാൽ ഉറപ്പ് നൽകി എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഫയൽ ചെയ്ത അന്വേഷണ റിപ്പോർട്ടിനെ അത് ബാധിക്കില്ലേ? ഇല്ല, ഇനിയിപ്പോ ആസ് എ ലോയർ ഇപ്പൊ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇനി കോടതിക്കും സത്യത്തില് പറഞ്ഞാൽ പരിമിതിയുണ്ട്. ഒരു എറർ സംഭവിച്ചു, വാക്ക് പാലിച്ചില്ലെങ്കിൽ അന്വേഷണം നടത്തി പൂർത്തീകരിച്ച ഒരു അന്വേഷണ റിപ്പോർട്ട്, ഫയൽ ചെയ്യപ്പെട്ട അന്വേഷണ റിപ്പോർട്ട് സ്റ്റേ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന്റെ അകത്തെ കണ്ടന്റ്സിലേക്ക് പോകണം. അതല്ലാണ്ട് കോടതിയിലെ ഒരു ഇന്റർവ്യൂ പീരീഡിൽ കോടതി പറഞ്ഞിരുന്ന അല്ലെങ്കിൽ പിന്നെ അത് ക്വാഷ് ചെയ്യണം ഹൈക്കോർട്ട്. അതിന്റെ പേരിൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ അപൂർവമായ നടപടികളാണ്. അപൂർവമായ നടപടികളൊക്കെ നടക്കൂല്ലയൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. അങ്ങനെയൊക്കെ വേണമെങ്കിൽ സംഭവിക്കാം. യഥാർത്ഥത്തിൽ പ്രോസിക്യൂഷന് അനുമതി കൊടുത്ത് ചാർജ് ഷീറ്റ് ഫയൽ ചെയ്തു എന്ന് പറയുമ്പോൾ ദ കേസ് ഇസ് ഇൻ എ വെരി അഡ്വാൻസ്ഡ് സ്റ്റേജ്. ചാർജ് ഷീറ്റും കഴിഞ്ഞ് ഓൾറെഡി പ്രോസിക്യൂഷൻ അനുമതിയും ഗ്രാന്റ് ചെയ്തിട്ടുണ്ട്. അപ്പോ അതിനുശേഷം കോടതി വീണ്ടും ഇനിയിപ്പോ ഡൽഹി ഹൈക്കോർട്ട് ഇപ്പൊ അങ്ങനെ ഒരു വ്യൂ എടുക്കോ ഇല്ലയോ എന്നറിയില്ല. ഓർഡേഴ്സ് എന്താണെന്ന് അറിഞ്ഞില്ല. ഓർഡേഴ്സ് എന്താണെന്ന് അറിഞ്ഞിട്ട് അപ്പൊ റെസ്പോണ്ട് ചെയ്യാൻ ശരി.